എത്രമാത്രം പവർഫുൾ ആണ് ഒരു മനുഷ്യനെന്ന് കാണിക്കുന്നുമുണ്ട്. അറ്റ് ദ ടൈം അയാൾ എത്രമാത്രം ഗ്രൗണ്ടഡ് ആണെന്നും കാണിക്കുന്നുണ്ട്. അങ്ങനെ എഴുതുന്നതാണോ? അങ്ങനെ ആഗ്രഹിച്ച് ശ്രമിക്കുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് എങ്ങനെ ഒരുമിച്ച് ചേർക്കുമ്പോൾ എങ്ങനെ വരുന്നുള്ളത് അറിയാനുള്ളൊരു കൗതുകം അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. അതായത് ലൈക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ മൃഗങ്ങളെ യൂസ് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറയുമ്പോൾ അത് അതുമായിട്ട് ചേരാത്ത രണ്ട് ഘടകങ്ങളെ ഒന്ന് ഒരുമിച്ച് കോൺട്രാസ്റ്റ് ഒന്ന് ചെയ്യിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും. എന്നാൽ അത് കൺവെക്ഷനോടുകൂടി ചെയ്യണമെങ്കിൽ അതിനെ ഒന്ന് റൂട്ട് ചെയ്യിക്കണം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള രീതിയിലുള്ള അറ്റംപ്റ്റുകളാണ് നടന്നത്. നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ കുഞ്ഞുനാളിലൊക്കെ ആരെങ്കിലും കഥ പറഞ്ഞ് അമ്മയൊക്കെ കഥ പറഞ്ഞു തരുമ്പോൾ ഇപ്പോൾ അപ്പു അച്ചു എന്ന് പേരുള്ള രണ്ട് കുട്ടികളുണ്ടായിരുന്നു, രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു, അവർ ഒരുമിച്ചായിരുന്നു സ്കൂളിലേക്ക് പോകാറ്, ഭയങ്കര സ്നേഹത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഇൻസൈറ്റിംഗ് മൊമെന്റ്. ഇപ്പോഴും ഇൻസൈറ്റിംഗ് ഇൻസിഡന്റ് നടന്നിട്ടില്ല, ഓക്കെ ബാക്കി നടക്കട്ടെ എന്നുള്ള രീതിയിൽ വെയിറ്റിംഗ്.